സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ നമ്മുടെ സ്രഷ്ടാവായ ഏക ദൈവത്തിന് മഹത്വവും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ, വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാനും മനുഷ്യനായി ഭൂമിയിൽ ജഡമെടുത്തു വന്ന് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ ആദരവോടെ അറിയിക്കും. വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. 6ാം അധ്യായത്തിന്റെ മുഖവുരയായി നമ്മൾ ഇന്നലെ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഇനി നമ്മൾ 6 മുതൽക്കുള്ള അധ്യായങ്ങളാണ് പഠിക്കുവാനുള്ളത്. പ്രാർത്ഥനയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ആഖ്യാനത്തിൽ പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന അധ്യായങ്ങളാണ് 6 മുതൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പാരമ്പര്യമായി ദൈവസഭകൾ വിശ്വസിക്കുന്നത് 3ാം അധ്യായത്തിന് ശേഷം ദൈവസഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. നാലാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനെ യേശു വിളിച്ചത് ാണ് വ്യാഖ്യാനിക്കപ്പെടാറ്. പാരമ്പര്യമായി ദൈവസഭകൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ അങ്ങനെ വിശ്വസിക്കാനോ ഉപദേശിക്കുവാനോ തക്ക തെളിവുകളൊന്നും നമുക്ക് അവിടെയില്ല. എന്നാൽ അതിനുവേണ്ടി നിരത്തുന്ന വാദങ്ങളിൽ ഒന്നാണ് വെളിപ്പാട് 3ാം അധ്യായത്തിന് ശേഷം ദൈവസഭയെ നമ്മൾ നേരിട്ട് 19ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ 4ാം അധ്യായത്തിന് ശേഷം, പ്രത്യേകിച്ച് 6ാം അധ്യായത്തിന് ശേഷം, 4ഉം 5ഉം അധ്യായങ്ങളിൽ അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നുമില്ല. എന്നാൽ 6ാം അധ്യായം മുതൽ 18 വരെ വായിക്കുമ്പോൾ ജാതികളെ വേറെയായും യഹൂദനെ വേറെയായും പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്നലെ നാം അത് ഉദാഹരണ സഹിതം കണ്ടു. അത് സഭാ കാലയളവിൽ ബൈബിളിൽ കാണുന്ന ഒരു രീതി അല്ല. സഭാ കാലയളവിൽ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ലാതെ ദൈവസഭ എന്ന ഒരു കണക്കിൽ മാത്രമേ ജനതയെ, മനുഷ്യരെ പുതിയ നിയമം കാണുന്നുള്ളൂ. ആ ഒരു വേർതിരിവ് സഭ ആ സമയത്ത് ഭൂമിയിലില്ല എന്നതിന് മറ്റൊരു തെളിവാണ്. ഏതായാലും സഭ പാരമ്പര്യമായി വിശ്വസിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അതിന് വിപരീതമായ പല പഠിപ്പിക്കലുകളും നമ്മുടെ സഭകളിൽ തന്നെ, പെന്തക്കോസ്ത് സഭകളിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും 3 പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും: പ്രീ, മിഡ്, പോസ്റ്റ്. പ്രീ, മിഡ് ആൻഡ് പോസ്റ്റ്. പ്രീ ട്രിബുലേഷൻ വാദികൾ
മിഡ് ട്രിബുലേഷൻ വാദികൾ, പോസ്റ്റ് ട്രിബുലേഷൻ വാദികൾ എന്ന് പറഞ്ഞാൽ, പ്രീ ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ മഹാപീഡന കാലത്തിന് മുൻപ് യേശു മേഘങ്ങളിൽ വരികയും സഭ ഉൽപ്രാവണം പ്രാപിക്കുകയും അഥവാ എടുക്കപ്പെടുകയും ചെയ്യും എന്ന വിശ്വാസം വച്ചു പുലർത്തുന്നവരാണ്. മഹാപീഡനത്തിന് മുൻപ് യേശുവിന്റെ മേഘപ്രത്യക്ഷതയും സഭയുടെ ഉൽപ്രാവണവും നടക്കും എന്ന് വിശ്വസിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, അവരാണ് പ്രീ ട്രിബുലേഷൻ വാദികൾ. അവരെ ഷോർട്ട് വേവിൽ അല്ലെങ്കിൽ ചുരുക്ക വാക്കുകളിൽ വിളിക്കുന്നതാണ് പ്രീക്കാരെന്ന് അവർ പറയുന്നത്. നിങ്ങളെ യൂട്യൂബുകളൊക്കെ കേൾക്കുന്നെങ്കിൽ ചിലപ്പോൾ പ്രീക്കാരനാണ്, പ്രീവാദികളാണെന്നൊക്കെ ഇവരെയാണ് വിളിക്കുക. വേറൊരു കൂട്ടരുണ്ട് മിഡ് വാദികൾ, മിഡ് ട്രിബുലേഷൻ വാദികൾ. അതായത് മഹാപീഡനത്തിന്റെ മധ്യസമയത്ത് യേശു മേഘങ്ങളിൽ വരികയും സഭ എടുക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ. അവര് മധ്യകാല മഹാപീഡന വാദികളാണ്. മഹാപീഡനത്തിന് 7 വർഷമുണ്ടെന്നും 3.5 വർഷം കഴിയുമ്പോൾ സഭ എടുക്കപ്പെടുമെന്നും ഒടുവിലത്തെ 3.5 വർഷത്തെ മഹാക്ലേശത്തിൽ സഭ കടന്നു പോവുകയില്ല, പക്ഷെ അതിന്റെ ആദ്യ ഭാഗത്ത് കടന്നു പോകുമെന്നും വിശ്വസിക്കുന്നവർ. മറ്റൊരു കൂട്ടരാണ് പോസ്റ്റ്വാദികൾ എന്ന് പറഞ്ഞാൽ സഭ മഹാപീഡനത്തിലൂടെ പോകും, മഹാപീഡനത്തിന്റെ അന്ത്യത്തിൽ മാത്രമേ യേശു വരികയുള്ളൂ, സഭയെ കൊണ്ടുപോവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ മഹാപീഡനവും യേശുക്രിസ്തുവിന്റെ വരവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ 3 പ്രധാന അതിൽ സഭകൾ പാരമ്പര്യമായി ഒന്നാമത്തെ വാദത്തിൽ പെടുന്നവരാണ്. സഭ മഹാപീഡനത്തിലൂടെ പോവുകയില്ലെന്നും എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് മുൻപ് യേശുക്രിസ്തു മേഘങ്ങളിൽ വരുമെന്നും അപ്പോൾ സഭ ഉൽപ്രാവണം പ്രാപിക്കുമെന്നും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നവർ. ഇതിൽ നിങ്ങൾ ഓരോരുത്തരും ഏത് കൂട്ടരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നു. ചിലരുണ്ട് തങ്ങളുടെ വാദം പറയത്തില്ല, തങ്ങൾ ഏത് കൂട്ടത്തിലാണെന്ന് പറയത്തില്ല, എന്നാൽ വെറും കുറെ വാദങ്ങൾ മാത്രം നിരത്തി വയ്ക്കും. അതിന് ഞാൻ തയ്യാറല്ല. എനിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നുവരെ ലഭിച്ചിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് ദൈവവചനത്തിന്റെ അർത്ഥം ഇതുവരെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതനുസരിച്ച് ഞാൻ എന്ത് വിശ്വസിക്കുന്നു, എന്ത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുമായി ഇന്നലെ പങ്കുവെച്ചത്. അതായത് മഹാപീഡനത്തിന് മുമ്പ് അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് മുൻപ് യേശുക്രിസ്തു മേഘങ്ങളിൽ വരികയും സഭയെ തന്നോട് ചേർക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുകയും കാത്തിരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. 6-ാം അധ്യായം മുതൽ ഉള്ള പഠനത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നത് എന്ന് പറയണം എന്ന ഒരു ഉൾപ്രേരണ എനിക്കുണ്ടായതുകൊണ്ട് 6-ാം അധ്യായത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ച് തുടങ്ങുന്നതിന് മുൻപ് ഈ കാര്യം വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു.
എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ എല്ലാവരും? കാരണം പണ്ടെന്നത്തെക്കാളും അധികം പാരമ്പര്യമായി നാം വിശ്വസിച്ചു പോന്ന ഈ വാദങ്ങളെ ഖണ്ഡിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന പലരും നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നും ഞാൻ അങ്ങനെ ഒരു വാദം വളരെ ശക്തമായ നിലയിൽ കേട്ടു. അതായത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട കുഞ്ഞാട് പിതാവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പുസ്തകത്തിന്റെ 6 മുദ്രകൾ കുഞ്ഞാട് തുറക്കുന്നു അഥവാ പൊട്ടിക്കുന്നു. അപ്പോൾ അവിടെ 6 സംഭവങ്ങൾ നടക്കുന്നു. ആ 6 സംഭവങ്ങളിൽ ആദ്യത്തെ 4 എണ്ണം 4 വ്യത്യസ്ത കുതിരകളും ആ കുതിരകളിന്മേൽ സവാരി ചെയ്യുന്ന ചില വ്യക്തികളുമാണ്. അതിൽ ഒന്നാമത്തെ കുതിര വെള്ളക്കുതിര, രണ്ടാമത്തേത് ചെമന്ന കുതിര, നമ്മൾ ചുവപ്പെന്ന് പറയാറുണ്ട്, നല്ല മലയാളത്തിൽ ചെമപ്പ്. മൂന്നാമത്തെ കുതിര കറുത്തത്, നാലാമത്തേത് മഞ്ഞ. ഇങ്ങനെ 4 കുതിരകളും ഈ 4 കുതിരകളിന്മേൽ കയറി വരുന്ന 4 പേരും അവരാരാണെന്ന് 6-ാം അധ്യായം പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പേര് പറയുന്നില്ല. അവരുടെ രംഗപ്രവേശനത്തിലൂടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമൻ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നയാള് ചിലർ ചിന്തിക്കുന്നത് വെള്ളക്കുതിരയായതുകൊണ്ടും കിരീടമുള്ളത് കൊണ്ടും ജയിപ്പാനായും ജയിക്കുന്നവനായും പുറപ്പെടുന്നത് കൊണ്ടും കയ്യിൽ ഒരു വില്ലുള്ളത് കൊണ്ടും അത് യേശുക്രിസ്തുവാണെന്നാണ്. ചിലർ പക്ഷേ പറയുന്നു അല്ല, വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നതെങ്കിലും കിരീടമുണ്ടെങ്കിലും ജയിക്കുന്നവനും ജയിപ്പാനായും പുറപ്പെടുന്നവനാണെങ്കിലും അത് യേശുക്രിസ്തു അല്ല, കള്ളക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ പോലെ അഭിനയിച്ച് വെള്ളയൊക്കെ ഉടുത്തോണ്ട് വരുന്നേ ഉള്ളൂ, ആള് വേറെയാണ്. മറ്റു ചിലർ ഈ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നയാള് പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നവരുണ്ട്. വേറെ ചിലർ ഈ കുതിരപ്പുറത്ത് കയറി വരുന്ന ഓരോരുത്തരും ഇപ്പോൾ ഉള്ള ചില രാഷ്ട്രങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് പഠിപ്പിക്കുന്നു. ഇതെല്ലാം അഭിപ്രായങ്ങളാണ് കേട്ടോ. All these are mere opinions. ഈ അഭിപ്രായങ്ങളെല്ലാം വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങളായി ചിത്രീകരിക്കേണ്ടതിന് ഓരോ വാദക്കാരും അവർക്ക് പറ്റിയ റെഫറൻസുകൾ തപ്പിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവരെല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് തങ്ങളുടെ അഭിപ്രായങ്ങളെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ട റെഫറൻസുകൾ
വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യും. ഇവരെല്ലാവരും വേദപുസ്തക ഭാഗങ്ങൾ ഉദ്ധരിച്ച് അവർ പറയുന്നതാണ് ഇത് എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ആകപ്പാടെ കുഴപ്പത്തിലാകും. അവരും പറയുന്നുണ്ട് റെഫറൻസ്, ഇവരും പറയുന്നുണ്ട്, ഇതിലേതാ ശരി? അതുകൊണ്ട് ഇന്ന് ഞാൻ ആ വാദം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായൊരു താല്പര്യമാണ് 6-ാം അധ്യായത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവസഭ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിലൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്ന് ഒന്ന് പഠിക്കണം എന്ന് തോന്നി. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായോ? സാധാരണ നമ്മുടെ സഭായോഗങ്ങളിലും ഉപവാസ പ്രാർത്ഥനയ്ക്കും ഒന്നും കേൾക്കാത്ത വിഷയങ്ങളായതുകൊണ്ട് ചിലർക്ക് ഒരു ചെറിയ പിരിപ്പ് തോന്നും തലയ്ക്ക്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ, മനസ്സിലാക്കി തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഈ സമയത്ത് പലരും പഠിപ്പിക്കുന്നത് ദൈവസഭ മഹാപീഡനത്തിന് മുൻപ് എടുക്കപ്പെടുകയില്ലെന്നാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കാളിയ വിഷയമായിരുന്നു. നിങ്ങളിൽ പലരും കണ്ടും കേട്ടുമൊക്കെ കാണും. അത് നിമിത്തം ചില നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് ചില പാസ്റ്റർമാർക്ക് പുറത്തു പോകേണ്ടി വന്നു. ചില സഭകൾ ചില പാസ്റ്റേഴ്സിനെ ടെർമിനേറ്റ് വരെ ചെയ്തു ഈ വിഷയത്തിൽ. ചില പാസ്റ്റേഴ്സ് തമ്മിൽ കീരിയും പാമ്പും പോലെ ഇന്നും തുടരുന്നു. നമുക്ക് അങ്ങനെ വഴക്കിടാനൊന്നും പോകണ്ട, സംവാദങ്ങൾക്കും പോകണ്ട. നമുക്ക് നിഷ്പക്ഷതയോടെ തിരുവെഴുത്തുകൾ ഒന്ന് പരിശോധിക്കാം. ദൈവസഭ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തിലൂടെ പോകും എന്ന് പറയുവാൻ അവർ നിരത്തുന്ന ചില കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, യേശു വരും എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നാം എല്ലാവരും? പ്രൈസ് ഗാഡ്. അപ്പോൾ ആത്യന്തികമായി നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം സഭ മഹാപീഡനത്തിലൂടെ പോകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത് നോക്കിയാൽ മതി. ആദ്യം നാം നോക്കേണ്ടത് യേശു വരുമോ ഇല്ലയോ, യേശുവിനോടൊപ്പം സഭ പോകുമോ ഇല്ലയോ. എപ്പോഴെങ്കിലും യേശു വരട്ടെ, പക്ഷെ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സ്തോത്രം. പ്രധാനപ്പെട്ട 10 തെളിവുകൾ തിരുവെഴുത്തുകളിൽ നിന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കാം യേശു വരും എന്നുള്ളതിന്. അത് കഴിഞ്ഞിട്ട് എപ്പോൾ എന്നുള്ളത് നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറയുകയുണ്ടായി, ഭാവികാല സംഭവങ്ങളെ പ്രധാനമായും 4 തരംതിരിക്കാമെന്ന്. ഉപവിഭജനങ്ങൾ വേറെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളായി നമുക്ക് ഈ ഭാവികാല സംഭവങ്ങളെ തിരിക്കാം. ഓർമ്മ കാണുമല്ലോ ഏതൊക്കെയാണെന്ന്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത. അതെ. 2, പലതരം പുനരുദ്ധാരണം. ഓക്കെ, പലതരം പുനരുത്ഥാനങ്ങൾ. 3, different types of judgments. പല ന്യായവിധികൾ. 4, നിത്യത, ഇറ്റേണിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട ഭാവികാല സംഭവ വിഭജനങ്ങളാണ് ഇത്. മെയിൻ or key classifications of future events.
the mid-year advent of Jesus Christ, diverse resurrections, diverse judgments and eternity. ഇതിൽ നമ്മൾ ഇന്നലെ കണ്ടു the key eschatological event is the coming of the Lord in the mid-air. ഇതിൽ സകല ഭാവികാല സംഭവങ്ങളുടെയും താക്കോൽ സംഭവം, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയാണ്. യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയാണ്. ആ മേഘപ്രത്യക്ഷത സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം അതെപ്പോൾ എന്നുള്ളതും നമുക്ക് നോക്കാം. അതില് നാം ഇന്ന് നോക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശുവിന്റെ മടങ്ങി വരവ് സംഭവിക്കും എന്നുള്ളതിന് 10 പ്രധാനപ്പെട്ട തെളിവുകളാണ്. വേറെയും തെളിവുകൾ നിരത്താം, ധാരാളം തെളിവുകൾ വേറെ വയ്ക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിന്റെ അകത്തു നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട 10 തെളിവുകളാണ് നാം നോക്കുവാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത്, or the guarantee of the coming of the Lord, or the proofs that Christ will come again. കർത്താവ് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകൾ. ആ 10 തെളിവുകളിലേക്ക് പോകുന്നതിന് മുൻപ് സെക്കൻഡ് കമ്മിങ് എന്ന പേര്, രണ്ടാം പ്രത്യക്ഷത, യേശുവിന്റെ രണ്ടാം വരവ് എന്ന് ഇതിനെ വിളിക്കുവാനുള്ള പേര് എവിടെ നിന്നും കിട്ടി എന്നുള്ളതിന് ഒരു 3 റെഫറൻസുകൾ ആദ്യം തരാം. നമ്മൾ ത്രിത്വത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രിനിറ്റിയെ കുറിച്ച് പഠിച്ചപ്പോൾ ട്രിനിറ്റി എന്നൊരു പദം ബൈബിളിൽ ഇല്ല എന്ന് കണ്ടു. അത് നിമിത്തം ത്രിത്വത്തെ നിഷേധിക്കുന്ന പലരെയും നാം കാണുന്നുണ്ട്. There is no particular vocabulary or particular word as Trinity in the Bible, and therefore there are a lot many people who deny the doctrine of Trinity. ത്രിത്വം എന്ന ഒരു ഉപദേശം ബൈബിളിൽ ഇല്ല എന്ന് പലരും പറയാൻ ഉള്ള കാരണം ത്രിത്വം എന്ന പദം ബൈബിളിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ആ പദമില്ലെങ്കിലും ആ ഉപദേശവും ആശയവും പകൽ പോലെ വേദപുസ്തകത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ ത്രിത്വോപദേശം പഠിച്ചപ്പോൾ കണ്ടു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്ന ഒരു പേര്, രണ്ടാം വരവ് എന്ന ഒരു പദം ബൈബിളിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ അല്ലെങ്കിൽ രണ്ടാം വരവിനെ നിഷേധിക്കുന്ന പലരും ഉണ്ട്. എന്നാൽ നാം അതുകൊണ്ട് നോക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഈ രണ്ടാം വരവ് എന്ന ഉപദേശം രൂപീകരിക്കുവാൻ ഉപോദ്ബലകമായ വാക്യം അല്ലെങ്കിൽ റെഫറൻസ് ഏതെന്ന്. 3 പ്രധാനപ്പെട്ട വാക്യങ്ങൾ. യോഹന്നാൻ 14:3, John 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന്. ഇംഗ്ലീഷ് പ്ലീസ്. And if I go and prepare a place for you, I will come again and receive you unto myself,
that Come where I am, again. there he may be also. Yeah, come again. വീണ്ടും വരും, പിന്നെയും വന്ന്. അതുകൊണ്ടാണ് വീണ്ടും വരവ് എന്ന ഉപദേശം. അപ്പോസ്തല പ്രവൃത്തികൾ 1:11, Acts 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവിടെയും നാം കാണുന്നു വീണ്ടും വരും, will come again. മൂന്നാമത്തെ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എബ്രായർ 9:28, Hebrews 9:28. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. രണ്ടാമത് പ്രത്യക്ഷനാകും. ഇംഗ്ലീഷ് ഓൾസോ പ്ലീസ്. So Christ was once offered to bear the sins of many, and unto them that look for him shall he appear the second time without sin unto salvation. A second time. Christ will appear a second time. So from these words and this phrase, the doctrine of second coming is being taught. ഇവിടെ നാം കാണുന്നു രണ്ടാമത് പ്രത്യക്ഷനാകും. ആ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന പ്രയോഗത്തിൽ നിന്നാണ് യേശുവിന്റെ രണ്ടാം വരവ് എന്ന ഉപദേശം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ 2 ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു വീണ്ടും വരും. യോഹന്നാനിൽ മലയാളത്തിൽ വായിച്ചു പിന്നെയും വന്ന്. പ്രവർത്തികൾ 1:11 കണ്ടു വീണ്ടും വരും. എബ്രായർ 9:28 നമ്മൾ കണ്ടു രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പൊ ഈ ഭാഗങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ വീണ്ടും വരവ് എന്നൊക്കെയുള്ള ഉപദേശ രൂപീകരണം നടന്നിട്ടുള്ളത്. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. അപ്പം സെക്കൻഡ് ടൈം എന്ന് വ്യക്തമായിട്ടുണ്ടല്ലോ, അപ്പോഴ് പിന്നെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. സെക്കൻഡ് കമ്മിങ് എന്ന പ്രയോഗമില്ലെന്നേ ഉള്ളൂ. രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രയോഗം നടത്തുന്നതിൽ ഒരു അൺബിബ്ലിക്കാലിറ്റിയും ഇല്ല, തിരുവചന വിരുദ്ധതയൊന്നുമില്ല. വ്യക്തതയോടെ ഈ ഭാഗങ്ങളിൽ പിന്നെയും വീണ്ടും രണ്ടാമത് കർത്താവ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. സോ വാട്ട് ഈസ് ദ ഡിസ്പ്യൂട്ട്? ഇതിനെ എതിരായിട്ട് പറയുന്നവർ എന്താണ് അപ്പം ഉദ്ദേശിക്കുന്നത്? രണ്ടാം വരവ് എന്ന ഒരു പ്രയോഗം ഡയറക്റ്റ് ആയിട്ടില്ല. രണ്ടാം വരവ് എന്ന ഒരു ലിറ്ററൽ പ്രയോഗം ബൈബിളിൽ ഇല്ല. ഇതാണ് അവരുടെ വാദം. പക്ഷേ രണ്ടാം വരവും മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് രണ്ടും ഒന്നില്ലയോ? അതിലേക്ക് വരാം നമുക്ക്. ഓക്കെ. ഇപ്പോഴത്തേക്ക് ഇത്രയും പറഞ്ഞു നിർത്താം. ഈ രണ്ടാം വരവിന് 2 മുഖങ്ങൾ, 2 faces ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് മേഘപ്രത്യക്ഷത. രണ്ടാമത്തെ മുഖമാണ് തേജസ്സിന്റെ പ്രത്യക്ഷത അല്ലെങ്കിൽ ഭൂമിയിലേക്കുള്ള കർത്താവിന്റെ പ്രത്യക്ഷത. അങ്ങനെ രണ്ടാം വരവ് എന്ന് പറയുന്ന ആ ഉപദേശത്തിന്റെ 2 മുഖങ്ങൾ, 2 ഭാഗങ്ങളാണത്. അപ്പൊ ഇനി നാം നോക്കുന്നത് 10 തെളിവുകളാണ്. അതിൽ ഒന്നാമത്തെ തെളിവ് അല്ലെങ്കിൽ ഗ്യാരണ്ടി. വാട്ട് ഈസ് ദ ഗ്യാരണ്ടി ദാറ്റ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ? ഒന്നാമത്തേത്
The Bible says so. The Bible declares it so. വേദപുസ്തകം അങ്ങനെ തന്നെ പറയുന്നു. ക്രിസ്തു വീണ്ടും വരുമെന്ന് ബൈബിൾ പറയുന്നു. അതാണ് ഒന്നാമത്തെ അടയാളം, അല്ലെങ്കിൽ തെളിവ്, അല്ലെങ്കിൽ ഗ്യാരണ്ടി. ഞാൻ പല പ്രാവശ്യം പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിൽ 1845 പ്രാവശ്യം 1845 പ്രാവശ്യം ക്രിസ്തു വരും എന്ന് ബൈബിൾ പറയുന്നു. ഇത് മുമ്പ് ഞാൻ പറഞ്ഞ മേഘപ്രത്യക്ഷതയും, അതായത് രണ്ട് മുഖങ്ങളും കൂടെ ചേർത്താണ് കേട്ടോ. മേഘപ്രത്യക്ഷതയും പരസ്യപ്രത്യക്ഷതയും രണ്ടും കൂടെ ചേർത്താണ് 1845 പ്രാവശ്യത്തെ വേദപുസ്തക പ്രഖ്യാപനം. ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗങ്ങൾ തന്നെ പുതിയ നിയമത്തിൽ അതിന് തെളിവാണ്. വേറെ ഒത്തിരി ഉണ്ട്. 1845 റെഫറൻസും ഇപ്പോൾ പറയുക സാധ്യമുള്ളതല്ല. പഴയ നിയമത്തിൽ നമുക്ക് ഒത്തിരി ഭാഗങ്ങൾ വേറെ കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് 110 സങ്കീർത്തനം ആദ്യത്തെ വാക്യം, യഹോവ എൻ്റെ കർത്താവിനോട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. സഖറിയ പ്രവചനം 14-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 7:12 മുതൽക്കുള്ള വാക്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ 1845 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട് യേശു വരും. So the Bible declares at least 1845 times that Christ will come again, both in the Old Testament and in the New Testament. ഇതാണ് ഒന്നാമത്തെ തെളിവ്, അല്ലെങ്കിൽ ഗ്യാരണ്ടി. ചോദ്യം, how reliable is the Bible? Okay, it's okay that Bible says so, Bible declares so, but what is the credibility of the Bible? What is the reliability of the Bible? Okay, ബൈബിൾ പറയുന്നു, സമ്മതിച്ചു. എന്നാൽ ഈ ബൈബിൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം. ബൈബിൾ നമുക്ക് ആ നിലയിൽ വിശ്വാസ്യം ആണോ? എന്തു പറയുന്നു? സ്തോത്രം. എന്തുകൊണ്ട്? അതിൽ ആകാശം ഭൂമി മാറിപ്പോയാലും ഇതിലെ ഒരു വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരത്തില്ലെന്ന് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനം ഒന്നുണ്ടല്ലോ. ഓക്കെ, പക്ഷേ യെസ് പ്ലീസ്, അലിസന്റെ ആയിരുന്നു പറഞ്ഞ ആദ്യം. ഇത് സ്വർഗത്തിൽ എന്നേക്കും എഴുതപ്പെട്ട വചനമല്ലേ, സ്ഥിരമായി എഴുതിയിരിക്കുന്ന വചനം. ഓക്കെ, അത് നമ്മൾ പറയുന്നു. എഗെയിൻ ഈ പറയുന്നതൊക്കെ ബൈബിളിനെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണെന്ന് എന്താ തെളിവ്? അല്ല, ഇതുവരെ 90% ബൈബിളിലെ കാര്യങ്ങള് ഒക്കെയും പ്രവചനങ്ങളൊക്കെ ഫുൾഫിൽ ആയല്ലോ. ആ ഭാഗമാണ് നമുക്ക് വേണ്ടത്. ബാക്കി നമ്മൾ പറഞ്ഞതൊക്കെ നമുക്കത്ര മതി. നമുക്ക് നിങ്ങളെ പറഞ്ഞ ആദ്യത്തെ ഭാഗങ്ങളെല്ലാം സ്വീകാര്യമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന വചനം, വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല, ആകാശം ഭൂമിയും മാറിപ്പോകും. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് ശരിയാ, അത് മതി. എന്നാൽ പുറത്തുള്ള ഒരാളിനോട് നമ്മൾ പറയുമ്പോൾ
നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അതിലൊന്നാണ് വേദപുസ്തകം ഇതിനു മുമ്പ് നടക്കുമെന്ന് പറഞ്ഞ പ്രവചനങ്ങൾ. ബൈബിൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ നിറവേറിയത് കൊണ്ട് ഇതും സത്യമാണ്, നിറവേറും എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് ലോജിക്കായിട്ട് തന്നെ, യുക്തിപരമായി തന്നെ വേദപുസ്തകം ആ നിലയിൽ സ്വീകാര്യമാണ്, വിശ്വസനീയമാണ്. അങ്ങനെ തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അവിടേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ തെളിവ് ഒന്നാമത്തേതിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. രണ്ടാമത്തെ തെളിവ്, the proof or the guarantee of the testimony of the Old Testament prophets. പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യം. പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യം. The testimony of the Old Testament prophets. മുമ്പേ ഞാൻ പറഞ്ഞ ദാനിയേൽ 7:13-14 വാക്യങ്ങൾ, യെശയ്യാവ് 32:1 മുതൽ ഉള്ള വാക്യങ്ങൾ, സെഖരിയാവ് 14:4, ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞ 1845 നിന്ന് 318 കുറച്ചാൽ എത്ര കിട്ടുമോ അത്രയും പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യങ്ങളാണ്. -318. That means 318 times the New Testament prophesies about the coming of the Lord Jesus. So from 1845, if we minus the New Testament declarations 318 times, all the rest is from the Old Testament prophets. ബൈബിളിൽ മൊത്തമായി പറഞ്ഞിരിക്കുന്ന 1845 പ്രാവശ്യത്തിൽ 318 പ്രാവശ്യം പുതിയ നിയമമാണ് പ്രഖ്യാപിക്കുന്നത് യേശു വരുമെന്ന്. അങ്ങനെയെങ്കിൽ 1845 നിന്ന് പുതിയ നിയമത്തിലെ 318 പ്രാവശ്യത്തെ പ്രഖ്യാപനങ്ങൾ കുറച്ചാൽ ബാക്കിയുള്ളതെല്ലാം പഴയ നിയമ പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ്. ഓക്കെ, 1527 അല്ലെ? സ്തോത്രം. അത്രയും പ്രാവശ്യം പഴയ നിയമ പ്രവാചകന്മാർ സാക്ഷിക്കുന്നു യേശു മടങ്ങി വരും, മടങ്ങി വരും, മടങ്ങി വരുമെന്ന്. ചോദ്യം പഴയത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. പഴയ നിയമ പ്രവാചകന്മാരുടെ ഈ പ്രവചന സാക്ഷ്യം സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കാം? fulfilled prophecies. യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ. അവിടേക്ക് വരണം നമ്മൾ. യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് ഈ പ്രവാചകന്മാർ പ്രവചിച്ചതെല്ലാം അക്ഷരം പ്രതി നിറവേറിയെങ്കിൽ ഇതേ പ്രവാചകന്മാരുടെ യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും നിറവേറും എന്ന് വിശ്വസിക്കുന്നത് യുക്തിസഹമാണ്. യെശയ്യാവ് തന്നെ 7-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലുമൊക്കെ യേശുവിന്റെ ജനനത്തെക്കുറിച്ചും ജനന വിധത്തെക്കുറിച്ചും പ്രവചിച്ചത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന്.
ദാവീദിന്റെ നഗരത്തിൽ അവൻ ജനിക്കുമെന്ന്, ബേത്ലഹേമിൽ ജനിക്കുമെന്ന്, ജനന സമയത്ത് കൂട്ട ശിശുഹത്യ സംഭവിക്കുമെന്ന് യെരമ്യാവ് പ്രവചിച്ചത്. ഇങ്ങനെ യേശുവിന്റെ മനുഷ്യ ജനനത്തെ സംബന്ധിച്ച് പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ അക്ഷരം പ്രതി നിറവേറിയെങ്കിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചും പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നത് തികച്ചും യുക്തിസഹം തന്നെ. ഇറ്റ്സ് ക്വയറ്റ് റാഷണൽ. It is quite logical to believe that these Old Testament prophecies or the testimonies of the Old Testament prophets would come to fulfill in the second coming of the Lord, since their prophecies about Jesus' birth, life, ministry, crucifixion, passion, resurrection, exaltation, and all those things fulfill literally. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? മൂന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് the proof or the guarantee of the testimony of John the Baptist. The testimony of John the Baptist. സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം. മൂന്നാമത്തെ തെളിവാണ് സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം. ലൂക്കോസ് 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Luke chapter 3 verses 4, 5 and 6. As it is written in the book of the words of Isaiah the prophet, the voice of one crying in the wilderness, prepare the way of the Lord, make his paths straight. Every valley shall be filled, and every mountain and hill shall be made low. And the crooked shall become straight, and the rough places shall become level ways, and all flesh shall see the salvation of God. സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കുകളായി യേശുവിന്റെ 1-ാം വരവിന് മുന്നോടിയായി പറഞ്ഞ കാര്യങ്ങളാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിറവേറിയോ? ഇല്ല, നിറവേറിയില്ല. പകുതി നിറവേറി, പകുതി ബാക്കിയുണ്ട്. എന്താ ബാക്കിയുള്ളത്? All flesh. എല്ലാ കുന്നും all people will see God's salvation. അതിനു മുമ്പ് ചിലത് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. അതുവല്ലോ യേശുവിന്റെ 1-ാം വരവിൽ സംഭവിച്ചോ? ഇല്ല. അക്ഷരികമായി തന്നെ എടുത്തോളൂ. അത് എപ്പോഴത്തേക്കുള്ള പ്രവചനമാണ്? കർത്താവ് ഭൂമിയിലേക്ക് രാജാവായി വരുന്നതിന് മുൻപ് ഇവിടെ സംഭവിക്കേണ്ട കാര്യമാണ്. അതിന്റെ ആത്മീയ നിവൃത്തി ഉണ്ടായി യേശുവിന്റെ 1-ാം വരവിങ്കൽ. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ അതിന്റെ ആത്മീയ നിവൃത്തി സംഭവിച്ചു. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷയെ കണ്ടു, രക്ഷകനെ കണ്ടു.
സഖരിയാവ് പ്രവചിച്ചു പറഞ്ഞതുപോലെ പലരെയും തമ്മിൽ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവെങ്കിൽ നിരപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട നിരപ്പ് യേശുവിന്റെ ഒന്നാം വരവെങ്കിൽ നടന്നത് പറയാമല്ലോ. യേശുവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കൺസിലിയേഷൻ, നിരപ്പ് with the Father. ഓഫ് കോഴ്സ്. ദൈവം ലോകത്തെ തന്നോട് നിരപ്പിച്ചു. ദൈവം ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അതിന്റെ ആത്മീയ ഭാഗങ്ങൾ നിറവേറി യേശുവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ. എന്നാൽ അക്ഷരീക നിവൃത്തി ഇതുവരെയും നടന്നില്ല. എന്നാൽ യേശു ഈ ഭൂമിയിൽ രാജാവായി ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം എടുത്ത് യോഹന്നാൻ പറഞ്ഞതുപോലെ, സ്നാപകന്റെ സാക്ഷ്യം പോലെ തന്നെ ഈ ഭൂമിയിലെ ഭൂപ്രകൃതിക്ക് വലിയ മാറ്റം ഉണ്ടാകും. യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും നടക്കുക. പക്ഷേ ഭൂപ്രകൃതിക്ക് ഇന്നത്തേതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകും. വലിയ മാറ്റം ഉണ്ടാകും. അത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നെങ്കിൽ അന്ന് കൂടുതൽ വ്യക്തമാക്കാം. കാരണം ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമാക്കാൻ പോയാൽ നമ്മുടെ ഇതിന്റെ ഒഴുക്ക് അങ്ങ് നിൽക്കും. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. യോഹന്നാന്റെ സാക്ഷ്യം സത്യമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? യോഹന്നാൻ യേശുവിന്റെ ലോകത്തിലേക്കുള്ള ആദ്യത്തെ വരവിനെ പറ്റി പറഞ്ഞത് യേശുവിന്റെ ശുശ്രൂഷയിൽ നിറവേറി എങ്കിൽ അക്ഷരീയമായി നിറവേറുവാനുള്ള ബാക്കിയും കൂടെ നിറവേറും എന്ന് നമുക്ക് ന്യായമായും വിശ്വസിക്കാം. നാലാമത്തെ തെളിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. The proof of Jesus' own claims. The proof of Jesus' own claims. യേശുവിന്റെ തന്നെ പ്രഖ്യാപനങ്ങളുടെ തെളിവ്. ക്രിസ്തുവിന്റെ തന്നെ പ്രഖ്യാപനങ്ങൾ. യേശു തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്തോത്രം. യേശു വരുമെന്ന് കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ വാഗ്ദത്തമാണ് നമ്മൾ മുമ്പേ വായിച്ചത്. യോഹന്നാൻ 14-ന്റെ 3-ാമത്തെ വാക്യം. പ്രത്യേകിച്ച് അതിന്റെ ആദ്യം മുതൽ കാണുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകും. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, അല്ലെങ്കിൽ നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു തന്നെ നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ നമ്മുടെ നാഥനായ കർത്താവ്, സ്തോത്രം, യേശു തന്നെ നമ്മോട് പറഞ്ഞ, നമുക്ക് തന്ന ഈ വരവിന്റെ വാഗ്ദത്തം വിശ്വാസ്യമാണ്. സ്തോത്രം, വിശ്വാസ്യമാണ്. പല അധ്യായങ്ങളിൽ തന്നെ യേശു അത് പറയുന്നു. മത്തായി 24-ഉം 25-ഉം അധ്യായങ്ങൾ, മാത്യു ചാപ്റ്റേഴ്സ് 24 and 25, മാർക്ക് ചാപ്റ്റർ 13, മർക്കോസ് 13, ലൂക്കോസ് 21, ലൂക്ക് 21. ഇങ്ങനെ പല അധ്യായങ്ങൾ നമുക്ക് കർത്താവ് വാഗ്ദത്തം തരുന്നു. യേശു വരും, നമ്മെ തൻ്റെ അടുക്കൽ ചേർക്കും എന്ന്.
അതുകൂടാതെ വെളിപ്പാട് പുസ്തകത്തിൽ ഏതാണ്ട് 9 പ്രാവശ്യം യേശു തന്നെ നമുക്ക് നേരിട്ട് ഉറപ്പ് തരുന്നു. Behold, I come quickly. Almost about 9 times in the book of Revelation itself. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം യേശു ഏകദേശം 9ഓളം തവണ നമുക്ക് ഉറപ്പ് തരുന്നു കർത്താവ് വേഗം വരുന്നു എന്ന്. ആ റെഫറൻസുകൾ വെളിപ്പാട് പുസ്തകത്തിലേത് ഞാനൊന്ന് പറയാം. Chapter 2, verses 5, 16 and 25. വെളിപ്പാട് 2-ാം അധ്യായം 5, 16, 25. Chapter 3, verses 3 and 11. 3-ാം അധ്യായം 3, 11 വാക്യങ്ങൾ. Chapter 16, verse 5. 16-ന്റെ 5. 22, verses 7, 12 and 20. 22-ാം അധ്യായത്തിന്റെ 7, 12, 20 വാക്യങ്ങൾ. ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിലും ഇതര ഗ്രന്ഥങ്ങളിലുമായി യേശു തന്നെ നമുക്ക് നേരിട്ട് വാക്ക് തന്നിരിക്കുന്നു, കർത്താവ് വേഗം വരുന്നു എന്ന്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തമാശ പറയുന്നവനല്ല, കളി പറയുന്നവനല്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററുമായിട്ട് അല്പസമയം ഞങ്ങൾ നേരിൽ കണ്ടിങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹം മധ്യപ്രദേശിൽ ഒരിടത്ത് തന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്ത് താൻ താമസിച്ച വീടിന്റെ അടുത്ത് കുറച്ച് ചെറുപ്പക്കാർ, കുട്ടികൾ, ടീനേജേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ഹോസ്റ്റലിൽ പാർക്കുന്നുണ്ടായിരുന്നു. എന്നും ഇവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അതിലൊരു പെൺകുട്ടി, അവളുടെ ഗ്രാമത്തിൽ നിന്ന് അവിടെ നിന്ന് വന്ന് പഠിക്കുക. ആ കുട്ടിയുടെ മുഖത്തൊക്കെ ഭയങ്കര മുഖക്കുരു. അപ്പോൾ ഈ പാസ്റ്റർ ഇങ്ങനെ സംസാരിച്ചു വന്ന വഴിക്ക് പറഞ്ഞു, ഈ മുഖക്കുരു ഒക്കെ അതിന് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ ഈ പാസ്റ്റർ പറഞ്ഞു, നിനക്ക് ഇതുവരെ അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്? ഇല്ല, ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശരിക്കൊന്ന് കഴുകിയാൽ മതി എന്ന് പറഞ്ഞു. ഇവരെ സംസാരിച്ചിട്ടൊക്കെ പോയി. ഈ പെൺകുട്ടി റൂമിൽ പോയിട്ട് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ സംഘടിപ്പിച്ചു. മുഖത്തെല്ലാം കൂടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് തേച്ച് കഴുകി. ബാക്കി പറയണ്ടല്ലോ. ഈ പാസ്റ്റർ വിവരം അറിഞ്ഞു. ആരോ വന്ന് പറഞ്ഞു ഇതുപോലെ സംഭവിച്ചു, കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതയും പ്രയാസങ്ങളും ഒക്കെ. എന്നോട് ഈ പാസ്റ്റർ പറഞ്ഞു, ഈ വാർത്ത അറിഞ്ഞതും ഇദ്ദേഹം റൂമിൽ കയറി കഥ കടച്ച്, അന്ന് കല്യാണമൊന്നും കഴിച്ചാൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, പാവിരിച്ചിട്ട് പായലോട്ട് കിടന്നിട്ട് കരഞ്ഞു വിളിച്ച്, എന്റെ കർത്താവേ ഒന്നും സംഭവിക്കല്ലേ. ദൈവാധീനം കൊണ്ട് ആ കൊച്ചിന് വേറൊന്നും ഉണ്ടായില്ല. ആ ഒരു ദിവസം മുഴുവനും അസ്വസ്ഥതയായി, മുഖക്കൂടെ തടിച്ച് വീർത്ത് ചുമന്ന വല്ലാതെയായി. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു, എന്റെ കൊച്ചെ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു, നീ ഇത് ഇത്ര കാര്യമായിട്ട് അങ്ങെടുത്തോ? ഇതുപോലെ നമ്മുടെ കർത്താവ് തമാശയ്ക്ക് വല്ലതും പറയുമോ? ഇല്ല. വെറുതെ ഒരു ജോക്ക് പറയുന്ന, വെറുതെ കള്ളം പറയുന്ന, കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലെയല്ല. ഞങ്ങളുടെ ഇളയ മോൻ
അവന് ചെറുപ്പത്തിലെ മൊബൈലിന് വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ വലുതാകുമ്പോൾ അവരുടെയൊക്കെ കയ്യിൽ ആപ്പിൾ മൊബൈലാ ഉള്ളത്. അവൻ ആപ്പിൾ ഇഷ്ടമല്ലായിരുന്നു, അവന് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ. ഞങ്ങൾ പറഞ്ഞു, മോൻ വലുതാകുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്ട്രോബെറി മൊബൈൽ മേടിച്ചു തരാം. അവൻ പാവം അത് വിശ്വസിച്ച് കുറച്ച് നാളെ ആയുള്ളൂ അങ്ങനെ സംഭവം ഇല്ലെന്ന് അവൻ അറിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തമാശയ്ക്ക് പറയും. ഇതുപോലെ നമ്മളെ കളിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒന്നും പറയുന്നവനല്ല കർത്താവ്. പൗലോസിന്റെ വാക്കുകൾ നമുക്കറിയാം. 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിൽ എന്ത് നമ്മുടെ കർത്താവ് പറഞ്ഞെങ്കിലും ഊവ് എന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ് അക്കാര്യം പറയുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന 1:19, 2 കൊരിന്ത്യർ 1:19. ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ് എന്നത്രേ ഉള്ളൂ. സ്തോത്രം. ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ, സ്തോത്രം, താന് ഉവ് എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. അലിസാൻഡി വായിച്ച വാക്യം കൂടെ, നമ്പേഴ്സ് 23:19. God is not a man that he should lie. സംഖ്യാപുസ്തകം 23:19. വായിച്ചു ആൻഡി. God is not a man that he should lie, neither the son of man that he should repent. Hath he said, and shall he not do it? Or hath he spoken, and shall he not make it good? ആമേൻ. വ്യാജം പറവാൻ മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല നമ്മുടെ ദൈവം. സ്തോത്രം. അവൻ പറഞ്ഞത് നിവർത്തിക്കും. നമുക്കറിയാം നമ്മുടെ ദൈവത്തിന് ഒക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭോഷ്ക് പറവാൻ കഴിയാത്ത ദൈവം. സ്തോത്രം. ഇപ്പോൾ നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിച്ചതുപോലെ എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ. സ്തോത്രം. അപ്പോൾ ഭോഷ്ക് പറയാൻ കഴിയാത്ത, വ്യാജം പറയാത്ത, പറഞ്ഞിട്ട് പിന്നീട് അയ്യോ പറഞ്ഞുപോയി എന്ന് അനുതപിക്കാത്ത, സത്യവും സത്യവാനുമായ നമ്മുടെ കർത്താവ് നേരിട്ട് നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുകയാണ്. കർത്താവ് വരും. പ്രൈസ് ഗാഡ്. സ്തോത്രം. അടുത്തത് 5-ാമത്തേതല്ലേ? The proof of angelic declaration. ദൂതന്മാരുടെ പ്രഖ്യാപനത്തിന്റെ സാക്ഷ്യമാണ്. ദൂതപ്രഖ്യാപനത്തിന്റെ സാക്ഷ്യം. നമ്മൾ അല്പം മുൻപ് വായിച്ച വാക്യം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:11, ആക്ട്സ് 1:11 നമ്മൾ മുമ്പേ വായിച്ചത് കൊണ്ട് ഇനി വായിപ്പിക്കുന്നില്ല. യേശുവിന്റെ സ്വർഗാരോഹണ സമയത്ത് നോക്കി നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, വേറൊരു യേശു അല്ല, ഈ പോയ യേശുവിനെ, താൻ പോയതായി അല്ലെങ്കിൽ പോയവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. എഗെയിൻ അവർ ഓൾഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ പഴയ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ദൂതന്മാര് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം. എളുപ്പം പറഞ്ഞു.
ഗബ്രിയേല് ദൂതൻ മറിയയോട് പറഞ്ഞത് അത് നിവർത്തിയായല്ലോ. സ്തോത്രം. അതെ, യേശുവിന്റെ കന്യകാ ജനനത്തോടുള്ള ബന്ധത്തിൽ മറിയയോടും യോസേഫിനോടും പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ നിവർത്തിച്ചു. യേശുവിന്റെ ജനന സമയത്ത് സ്വർഗീയ ദൂതന്മാരുടെ ഗായക സംഘം ആട്ടിടയന്മാരോട് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമയത്ത് കല്ലറയിലേക്ക്, ഒഴിഞ്ഞ കല്ലറയിലേക്ക് ഒളിഞ്ഞു നോക്കിയ ശിഷ്യവൃന്ദങ്ങളോട് യേശുവിന്റെ ഉയർപ്പിനെ സംബന്ധിച്ച് ദൂതന്മാര് പറഞ്ഞതും നിവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ മടങ്ങിവരവനെ സംബന്ധിച്ചും ദൂതന്മാര് പറഞ്ഞ സാക്ഷ്യം സത്യം, സത്യം, സത്യം. സ്തോത്രം. 6 അപ്പോസ്തോലിക് ഡിക്ലറേഷൻസ്, അപ്പോസ്തോലിക പ്രഖ്യാപനങ്ങളുടെ സാക്ഷ്യം. അപ്പോസ്തോലന്മാർ, പുതിയ നിയമത്തിലെ എല്ലാ അപ്പോസ്തോലന്മാരും, പുതിയ നിയമത്തിലെ എല്ലാ എഴുത്തുകാരും നമ്മോട് യേശു മടങ്ങി വരുമെന്ന് അസന്നിഗ്ധമായി പറയുന്നു. നമുക്കറിയാമല്ലോ പുതിയ നിയമത്തിലുള്ള എഴുത്തുകാരെ എത്ര പേരാണെന്ന്. എത്ര എഴുത്തുകാരുണ്ട്? ഇപ്പൊ 7, 8 ആയി. 8 plus 1. Yes, 8 plus 1. 8 plus 1. ഓരോരുത്തർക്ക് ഓരോ റെഫറൻസ് തരാം. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ മത്തായി 24-ാം അധ്യായം, മാത്യു 24, മാർക്ക് 13, മർക്കോസ് 13-ാം അധ്യായം, ലൂക്ക് 21, ലൂക്കോസ് 21-ാമത്തെ അധ്യായം, അതുപോലെ തന്നെ ആക്ട്സ് 1:11, അപ്പോസ്തല പ്രവൃത്തികൾ 1:11, അതും ലൂക്കോസ് ആണല്ലോ എഴുതിയത്. യോഹന്നാൻ 14:3 നമ്മൾ മുമ്പേ വായിച്ച വേദഭാഗം തന്നെ. അതുപോലെ 1 യോഹന്നാൻ 3:2 യോഹന്നാന്റെ സാക്ഷ്യമാണ് അതെല്ലാം, യോഹന്നാൻ അപ്പോസ്തലന്റെ. പിന്നെയുള്ളത് പൗലോസ്, പോൾ, ഫിലിപ്പിയർ 3:20-21, ഫിലിപ്പീൻസ് 3:20 and 21. Next is James, യാക്കോബ് 5:7-8, chapter 5 verses 7 and 8. പീറ്റർ 2 പത്രോസ് 3:9, 2 Peter 3 verse 9. 8-ാമത്തെ ആള് യൂദ, ജൂഡ്, 14-15 വാക്യങ്ങൾ, 8 പേരായി. +1 എബ്രായ ലേഖനകർത്താവ, എബ്രായർ 10:32 മുതലുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായം മുതലേ പറയുന്നുണ്ട്. 10:32 മുതൽക്കുള്ള വാക്യങ്ങൾ. ഇങ്ങനെ പുതിയ നിയമത്തിലെ എല്ലാ അപ്പോസ്തലന്മാരും എല്ലാ എഴുത്തുകാരും നമ്മോട് പറയുന്നു യേശു വരും. അവരുടെയും സാക്ഷ്യം ഇതുവരെ ഉള്ളത് നമുക്ക് വിശ്വാസ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് കർത്താവ് എപ്പോൾ വരുമെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. എന്നാൽ യേശു വരുമോ എന്നുള്ളത് ആദ്യം നോക്കാം. അതിൻ്റെ 10 തെളിവുകളാണ് ബൈബിളിൽ നിന്നും നമ്മൾ നോക്കുന്നത്. 6 നമ്മൾ കണ്ടു അല്ലെ? ബാക്കി 4 കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് നാളെ നോക്കാം.
നമുക്ക് ഏറെ പ്രത്യാശ നൽകുന്ന കാര്യമാണ് നമ്മുടെ കർത്താവ് വരുന്നു. മാറാൻ അധ. സ്തോത്രം. നാളെ നേരം വെളുക്കുമോ എന്ന് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. പക്ഷെ യേശു വരും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അതിന്റെ 6 ഗ്യാരണ്ടികൾ നമ്മൾ കണ്ടു. യേശുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. നമ്മെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് രാത്രിയിലാണ് നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകാതിരിക്കട്ടെ. കർത്താവിന്റെ വരവിൽ നാം എല്ലാവരും കാണപ്പെടട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നമ്മെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.